ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് ആഗസ്റ്റ് മാസം 19-ാം തീയതി തിരുസഭാ മാതാവ് വചന വിചിന്തനം നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ സമ്പത്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് വചനഭാഗത്ത് നമ്മൾ ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അസാധ്യം. സമ്പത്തും സമ്പന്നതയും ദൈവം സൃഷ്ടിച്ചതാണ്. യേശു ഒരിക്കലും സമ്പത്തിനെതിരെയല്ല. അതിനാൽ സ്വഭാവത്തിൽ തെറ്റില്ല. പക്ഷേ സമ്പത്ത് ദൈവത്തിന് പകരം നമ്മുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുമ്പോൾ അത് അപകടമായിട്ട് മാറുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം ആഴത്തിൽ നാം പരിശോധിക്കുമ്പോൾ സുവിശേഷ ദാരിദ്ര്യത്തിൻ്റെ 3 അളവുകോലുകൾ നമുക്ക് ലഭിക്കുന്നു. ഒന്നാമത്തേത് വസ്തുക്കളോടുള്ള ദാരിദ്ര്യം, മെറ്റീരിയൽ പോവേർട്ടി. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ പാതയിൽ ആദ്യ ചവിട്ടുപടിയായി എടുക്കേണ്ടത് വസ്തുക്കളോടുള്ള ദാരിദ്ര്യമാണ്. ഒരുവന് സ്വത്തുക്കൾ അധികമോ കുറവോ ഉള്ളത് അല്ല ഇവിടെ പ്രശ്നം. നേരെ മറിച്ച് അവനെ ബന്ധിച്ചിരിക്കുന്ന മനോഭാവമാണ് പ്രശ്നം. സ്വത്ത് നമ്മുടെ അടിമയായി മാറുകയോ നാം സ്വത്തിൻ്റെ അടിമയായി മാറുകയോ ചെയ്താൽ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ഉയരാൻ കഴിയുകയില്ല. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഇങ്ങനെ ഒരു ലോകവസ്തുക്കളോടുള്ള അനുരൂപപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പക്ഷിയുടെ കാലിൽ കുരുങ്ങിയ ഒരു ചെറിയ ചരടിനോട് ആണ് ഉപമിക്കുക. ചരട് ഒരുപക്ഷെ ചെറുതായിരിക്കാം, പക്ഷേ പക്ഷിക്ക് ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ ആ ചെറിയ ചരട് തടസ്സമായി തീരുന്നു. രണ്ടാമത്തേത് മനസ്സിൻ്റെ ദാരിദ്ര്യമാണ്, പോവർട്ടി ഓഫ് മൈൻഡ്. ഒരുവൻ സ്വന്തം മനസ്സിന് കടിഞ്ഞാൻ ഇടുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ അവൻ ദൈവ സായുജ്യത്തിൻ്റെ 2ാമത്തെ പടി കയറുന്നു. ഇത് നമ്മുടെ ബുദ്ധിയുടെ വിനയമാണ്. നമ്മുടെ വഴികൾ ദൈവത്തിൻ്റെ വഴികളല്ല എന്ന് നാം അംഗീകരിക്കണം. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, നമ്മുടെ ചിന്തകളും നമ്മുടെ ഇച്ഛാശക്തിയും ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് ചേർത്ത് നാം നിർത്തുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ ദൈവസായുജ്യം പ്രാപിക്കുന്നത്. സ്വന്തം അഭിപ്രായങ്ങളിൽ, യുക്തികളിൽ, ആശങ്കകളിൽ പിടിച്ചു നിൽക്കാതെ ദൈവവിശ്വാസത്തിൽ നടക്കുക എന്ന് സാരം. ലൗകികമായ ചിന്താധാരയിൽ പിടഞ്ഞു പോകാതെ സത്യം തിരിച്ചറിയുവാനുള്ള തുറന്ന മനസ്സ് നമുക്ക് കൈവശം വയ്ക്കുകയും ചെയ്യണം. മൂന്നാമതായി ഹൃദയത്തിൻ്റെ ദാരിദ്ര്യമാണ്, ദ പോവർട്ടി ഓഫ് ഹാർട്ട്. ഹൃദയദാരിദ്ര്യമുള്ള ഒരു വ്യക്തിക്ക് എളുപ്പത്തിൽ ദൈവസായുജ്യത്തിൽ എത്തുവാൻ സാധിക്കും. ഹൃദയദാരിദ്ര്യം ഉള്ള ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ദൈവമഹത്വത്തിനായി മാറ്റിവെക്കും. പ്രശംസ, അംഗീകാരം, പ്രതിഫലം മുതലായവയിൽ ആസക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ദാരിദ്ര്യം നിറഞ്ഞതല്ല. യഥാർത്ഥ ദാരിദ്ര്യം ദൈവത്തിൻ്റെ മഹത്വത്തിനായി മാത്രം പ്രവർത്തിക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ നല്ലത് മാത്രം ചെയ്യുന്ന അവസ്ഥയുമാണ്. ആമേൻ.